ഹല്ലേലൂയ. ദൈവവചനത്തെ സ്വീകരിക്കുവാനായി കടന്നു വന്ന നിങ്ങൾക്കെല്ലാവർക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ സ്നേഹവും സമാധാനവും ആശംസിക്കുകയാണ്. 23-ാം സങ്കീർത്തനം 5-ാം വചനത്തിൽ ദൈവത്തിന്റെ വചനം ഇപ്രകാരം പ്രഖ്യാപിക്കുകയാണ്: എന്റെ ദൈവം എന്റെ ശിരസ് തൈലം കൊണ്ട് അഭിഷേകം ചെയ്യുന്നു, എന്റെ പാനപാത്രം കവിഞ്ഞൊഴുകുന്നു. ദാവീദിന്റെ ജീവിതത്തിൽ കർത്താവ് ചെയ്ത അത്ഭുതകരമായ പ്രവൃത്തിയെക്കുറിച്ച് ദാവീദ് നമ്മോട് പങ്കുവെക്കുകയാണ്. എന്റെ പാനപാത്രം കവിഞ്ഞൊഴുകുന്നു. പ്രിയ സഹോദര സഹോദരി, കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹത്തിലേക്ക്, കവിഞ്ഞൊഴുകുന്ന അഭിഷേകത്തിലേക്കാണ് ഇന്നത്തെ ശുശ്രൂഷ വഴി കർത്താവ് നമ്മെ ഓരോരുത്തരെയും വിളിച്ചിരിക്കുന്നത്. എല്ലാവരും ഒരു നിമിഷം കർത്താവിന്റെ സന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കുന്നു. വലിയ ആഗ്രഹത്തോടെ നമ്മൾ പാടി ആരാധിക്കണം. ദൈവജനം എവിടെയെല്ലാം ഒന്നു ചേർന്ന് ആരാധിക്കുന്നു, അവിടെയെല്ലാം പരിശുദ്ധാത്മാവിന്റെ ഉന്നതമായ ശക്തി വെളിപ്പെടുകയാണ്. പ്രിയ ദൈവമക്കളെ, ഈ വലിയ തിരിച്ചറിവോടെ കരഘോഷം മുഴക്കി നമ്മുടെ മധ്യ വസിക്കുന്ന കർത്താവിന്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ് നമുക്ക് പാടി മഹത്വപ്പെടുത്താം. ഇന്ന് ഈ സമയം ഈ കൂട്ടായ്മയിൽ ദൈവശക്തി വെളിപ്പെടണം. അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും കർത്താവിന്റെ വചനം സ്ഥിരീകരിക്കപ്പെടട്ടെ. ഹല്ലേലൂയ. ഒന്ന് ചേർന്ന് കരമടിച്ച് പാടി ആരാധിക്കുന്നു. കർത്താവിന്റെ കരബലം പൂർണ്ണമായി വെളിപ്പെടും, അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. എല്ലാവരും കർത്താവിന്റെ കരബലം പൂർണ്ണമായി അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. കർത്താവിന്റെ കരബലം പൂർണ്ണമായി വെളിപ്പെടും, അടയാളങ്ങൾ സംഭവിക്കട്ടെ. എത്ര പേര് വിശ്വസിക്കുന്നു? പരിശുദ്ധാത്മ പ്രവർത്തിക്കുമ്പോൾ അത്ഭുതങ്ങൾ ഉണ്ടാവും, അടയാളങ്ങൾ വെളിപ്പെടും. ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ഇന്നിവിടെ ഇപ്പോൾ ഇവിടെ സംഭവിക്കുന്ന ദൈവശക്തി വെളിപ്പെടട്ടെ. എന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. ചെറുത് പാടിയേ. ജീവിക്കുന്ന യേശുവിന്റെ സകല ജനതകളും കാണട്ടെ, ജനതകൾ കണ്ടിടട്ടെ. എന്നും ജീവിക്കുന്ന യേശുവിന്റെ സുവിശേഷത്തെ ജനതകൾ കേട്ടിടട്ടെ. ജീവിക്കുന്ന യേശുവിന്റെ സകല ജനതകളും കേൾക്കട്ടെ. ജനതകൾ ഇരുവശങ്ങളിൽ കരം പഠിച്ച് എല്ലാവരും പരിശുദ്ധാത്മാവിൽ ആനന്ദമുള്ളവരായി പാടി ആരാധിക്കും. മക്കളെ, പത്രോസിന്റെ നിഴലിൽ സൗഖ്യശക്തി വ്യാപരിച്ച് അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. പത്രോസിന്റെ നിഴലിൽ സൗഖ്യശക്തി അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. എല്ലാവരും ഇന്നിവിടെ ഈ നിമിഷം അഭിഷേകം എന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. ഹല്ലേലൂയ. അഭിഷേകം ജനകോടികൾ കത്തിപ്പെടട്ടെ. കണ്ടിടട്ടെ. തിരുസഭ ഉണരട്ടെ, ദൈവജനം ഉണർന്നിടട്ടെ. അഭിഷേകത്തോടെ ഈ വലിയ അഭിഷേകത്തോടെ ഇരു കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കും. മക്കളെ, അത്ഭുതങ്ങളാൽ അടയാളങ്ങളാൽ പരിശുദ്ധാത്മാവ് വചനം സ്ഥിരീകരിക്കാൻ പോവുകയാണ്. അനേകമായിരങ്ങൾ അഭിഷേകത്തെ നിറയ്ക്കാൻ പോവുകയാണ്. പാപത്തിന്റെ കെട്ടുകളെ പൊട്ടിക്കാൻ പോവുകയാണ്. അനുതാപത്തിന്റെ കൃപയാൽ അനേകമായിരങ്ങൾ നിറയ്ക്കാൻ പോവുകയാണ്. കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കേ. തിരുസഭയിൽ പരിശുദ്ധാത്മാവിന്റെ പുതിയ അഭിഷേകം കത്തട്ടെ. സഭ മുഴുവൻ കത്തട്ടെ. ലോക ജനതകളിൽ, ലോക രാജ്യങ്ങളിൽ പരിശുദ്ധാത്മാവിന്റെ തീ കത്തി പടരട്ടെ. കരമുയർത്തി വിളിക്കും മക്കളെ. പരിശുദ്ധാത്മാവേ വരിക വരിക വരിക.
പ്രാർത്ഥിക്കുന്ന അനേകം ആയിരങ്ങളുടെ മേൽ വരിക. കർത്താവേ, അവിടുത്തെ 10,000ങ്ങളിലേക്ക് വരിക, അവിടുത്തെ 1000ങ്ങളിലേക്ക് വരിക, അവിടുത്തെ ജനലക്ഷങ്ങളിലേക്ക് വരിക. ഈ ശുശ്രൂഷയുടെ മേൽ അവിടുത്തെ കരം പ്രബലപ്പെടട്ടെ. ശത്രു ചിതറിപ്പോകട്ടെ. പൈശാചിക ശക്തികൾ നിർവീര്യമാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, കുടുംബങ്ങളിലേക്ക് വരണമേ. കുടുംബങ്ങളിലുള്ള അസ്വസ്ഥതകള്, അവിടെയുള്ള മാത്സര്യങ്ങള്, ക്ഷണിക്കാൻ കഴിയാത്ത അവസ്ഥകള്, പങ്കുവെക്കാൻ പറ്റാത്ത അവസ്ഥകള്, പരസ്പരം മനസ്സിലാക്കാൻ കഴിയാത്ത ബന്ധന കെട്ടുകള് പൊട്ടിക്കണമേ. കുടുംബങ്ങൾ അനുഗ്രഹിക്കണമേ. കുടുംബങ്ങൾ അനുഗ്രഹിക്കണമേ. തകർന്ന കുടുംബങ്ങളെ അങ്ങയുടെ സ്നേഹത്താൽ പുനഃസ്ഥാപിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരിക്കൽ കൂടി ഈ കരങ്ങൾ ഉയർത്തി, സ്വരമുയർത്തി പരിശുദ്ധാത്മാവിനെ വിളിക്കാൻ. പരിശുദ്ധാത്മാവേ, കാലഘട്ടത്തിൽ അഭിഷേക തീയായി ഈ പുതിയ തലമുറയുടെ മേൽ കത്തി കത്തി പടരുക. അനേകം സുവിശേഷ വേലയ്ക്കായി മുന്നോട്ട് വരട്ടെ. വിശുദ്ധ ജീവിതം ശക്തിപ്പെടട്ടെ. കർത്താവിനോടുള്ള വിശ്വസ്തതി അനേകം ആഴപ്പെടട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, സ്തുതി, ആരാധന, അഭിഷേകം പകർന്ന് ജനകോടികൾ അഭിഷേകം ചെയ്യണമേ. മുൻവിധിയുടെ ബന്ധന കെട്ടുകളെ പൊട്ടിക്കണമേ. കർത്താവിന്റെ പ്രവർത്തികളെ കുറവയോടുകൂടി കാണുവാൻ പരിശുദ്ധാത്മ പകരുന്ന അഭിഷേകത്തെ ഏറെ സ്നേഹത്തോടെ സ്വീകരിക്കുക. അനേകം അനേകം ദൈവമക്കൾക്ക് കൃപ കൊടുക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, പിതാവേ നന്ദി, പരിശുദ്ധാത്മാവേ നന്ദി. പരിശുദ്ധ അമ്മേ, ഞങ്ങളുടെ അമ്മേ, കർത്താവിന്റെ കാഴ്ചപ്പാട്, കർത്താവിന്റെ കണ്ണുകളിലൂടെ സകലരെയും നോക്കിക്കാണുവാൻ അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ, ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, കർത്താവിന്റെ വചനത്തിന്റെ മുൻപിൽ താഴ്മയോടെ നമുക്കായിരിക്കാം. ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തോട് സംസാരിക്കുന്നത് മുൻവിധികളെ മാറ്റുക എന്ന സന്ദേശമാണ്. വളരെ പ്രാർത്ഥനയോടെ ദൈവ സാന്നിധ്യത്തിന്റെ തണലിൽ നമുക്കെല്ലാവർക്കുമായിരിക്കാം. അനേകം ജീവിതങ്ങളിൽ ഇന്ന് ദൈവപ്രവൃത്തി വെളിപ്പെടാതെ പോകുന്നതിന്റെ പ്രധാന കാരണം മുൻവിധികളാണെന്ന് ഈ തിരുവചന ഭാഗങ്ങളിലൂടെ കർത്താവ് നമ്മളെ പഠിപ്പിക്കാൻ പോവുകയാണ്. അനേകം മക്കൾ കർത്താവ് നൽകുന്ന സൗഖ്യത്തിലേക്ക്, കർത്താവ് നൽകുന്ന അഭിഷേകത്തിലേക്ക് കടന്നു വരുവാൻ കഴിയാത്തതിന്റെ ഒരു പ്രധാന കാരണം ഇന്ന് കർത്താവ് നമ്മളെ പഠിപ്പിക്കുക. അത് നമ്മുടെയൊക്കെ മുൻവിധികളാണ്. ദൈവത്തെക്കുറിച്ച്, ദൈവത്തിന്റെ പ്രവൃത്തികളെക്കുറിച്ച്, ചില സാഹചര്യങ്ങളെക്കുറിച്ച്, നമ്മുടെ സഹോദരന്മാരെക്കുറിച്ച്, കുടുംബത്തെക്കുറിച്ച്, കൂട്ടായ്മകളെക്കുറിച്ച്, തൊഴിൽ മേഖലകളിലുള്ള സാധ്യതകളെക്കുറിച്ചൊക്കെ പലപ്പോഴും നമ്മൾ നമ്മുടേതായ ചില മുൻവിധികളിലൂടെയാണ് പല കാര്യങ്ങളും നോക്കിക്കാണുന്നത്. പൗലോസ് അപ്പോസ്തലൻ കൊരിന്തോസ് സഭയ്ക്ക് എഴുതിയ 2-ാമത്തെ ലേഖനം 5-ാം അധ്യായം 16-ാമത്തെ തിരുവചനം, ദൈവത്തിന്റെ വചനം ഇപ്രകാരം അവിടെ പ്രഖ്യാപിക്കുകയാണ്: അതിനാൽ ഇപ്പോൾ മുതൽ ഞങ്ങൾ ആരെയും മാനുഷികമായ കാഴ്ചപ്പാടിൽ വീക്ഷിക്കുന്നില്ല. ഒരിക്കൽ ഞങ്ങൾ മാനുഷികമായ കാഴ്ചപ്പാടിൽ ക്രിസ്തുവിനെ വീക്ഷിച്ചിരുന്നെങ്കിലും ഇനി ഒരിക്കലും അങ്ങനെ ചെയ്യുകയില്ല. ഈ വചനത്തിലൂടെ എന്താണ് കർത്താവ് നമ്മോട് സംസാരിക്കുന്നത്? പൗലോസ് ഉറപ്പിച്ചു പറയുകയാണ്, ഞങ്ങൾ ഇനിയും ആരെയും മാനുഷികമായ കാഴ്ചപ്പാടിൽ വീക്ഷിക്കുകയില്ല. ഈ മാനുഷികമായ കാഴ്ചപ്പാടുകളാണ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത്. ഞാൻ സ്നേഹത്തോടെ നിങ്ങളോട് ചോദിക്കട്ടെ, എന്താണ് ഈ മുൻവിധി എന്ന് പറയുന്നത്? നമ്മുടെ ചില മാനുഷികമായ കാഴ്ചപ്പാടുകളെയാണ് വിശുദ്ധ വചനം മുൻവിധി എന്ന് പറയുന്നത്. ഈ മുൻവിധികൾ തന്നെയാണ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ അപകടങ്ങൾ സൃഷ്ടിക്കുന്നതും. പൗലോസ് അപ്പോസ്തലൻ തിമോത്തിയോസിന് എഴുതിയ 1-ാമത്തെ ലേഖനം 5-ാം അധ്യായം 21-ാമത്തെ തിരുവചനം,
ദൈവത്തിന്റെ വചനം ഇപ്രകാരം വെളിപ്പെടുത്തുകയാണ്. ചില നിർദ്ദേശങ്ങൾ പാലിക്കുവാൻ തിമോത്തിയോസിനോട് പൗലോസ്ലീഹ വളരെ കൃത്യതയോടുകൂടി ചുമതലപ്പെടുത്തുകയാണ്. ഈ നിയമങ്ങൾ മുൻവിധിയോ പക്ഷപാതമോ കൂടാതെ പാലിക്കാൻ ദൈവത്തിന്റെയും യേശുക്രിസ്തുവിന്റെയും തെരഞ്ഞെടുക്കപ്പെട്ട ദൂതന്മാരുടെ മുൻപാകെ ഞാൻ നിന്നെ ചുമതലപ്പെടുത്തുന്നു. ഈ വചനത്തിലൂടെ കർത്താവ് നമ്മുടെ ജീവിതങ്ങളോട് ഇടപെടുകയാണ്. കാരണം എന്താ? മുൻവിധി വളരെ വലിയ അപകടമാണെന്ന് കൂടെ കൂടെ ഈ വചനങ്ങളിലൂടെ കർത്താവ് നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ്. രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 5-ാം അധ്യായം 1 മുതൽ 14 വരെയുള്ള തിരുവചനങ്ങളിലൂടെ കർത്താവ് ഈ സന്ദേശം കൂടുതലായി നമ്മളെ പഠിപ്പിക്കുകയാണ്. അവിടെ നാമാൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ നമുക്ക് കാണാം. സിറിയ രാജ്യത്തിന്റെ സൈനാധിപനായിരുന്ന നാമാനോട് അവിടുത്തെ രാജാവിന് വലിയ സ്നേഹവും പ്രീതിയുമായിരുന്നു. അതിനുള്ള കാരണം നാമാൻ മുഖാന്തരം സിറിയ രാജ്യത്തിന് കർത്താവ് പല വിജയങ്ങളും നൽകിയിരുന്നു. 1-ാം വചനത്തിന്റെ അവസാന ഭാഗത്ത് കാണാൻ പറ്റും, ഈ നാമാൻ അവൻ ധൈര്യശാലിയും പരാക്രമിയുമാണ്. വളരെ ധീരനായിരുന്നു, വളരെ പരാക്രമിയായിരുന്നു, വളരെ സ്മാർട്ടായിരുന്നു നാമാൻ. ഇതൊക്കെയാണെങ്കിലും അവനൊരു കുഷ്ഠരോഗിയായിരുന്നു. ആ നാളുകളിൽ ഏറ്റവും നല്ല ട്രീറ്റ്മെന്റ് ഈ രോഗത്തിന് വേണ്ടി നാമാൻ എടുത്തു കാണും. ഏറ്റവും ബെസ്റ്റ് ഡോക്ടേഴ്സിനെ അവൻ കണ്ടു കാണും. ഇതൊക്കെയായിട്ടും ഈ രോഗത്തിൽ നിന്ന് ഒരു വിടുതൽ നാമാൻ ഉണ്ടായില്ല. ഈ ദുഃഖഭാരം അവന്റെ അകത്ത് ഒത്തിരി ഉണ്ടായിരുന്നു. 2-ാം വചനത്തിൽ പറയാണ്, സിറിയക്കാർ ഇസ്രായേൽ ആക്രമിച്ചപ്പോൾ ഇസ്രായേലിൽ നിന്ന് ഒരു അടിമ പെൺകുട്ടിയെ അവർ സിറിയയിലേക്ക് തട്ടിക്കൊണ്ടുപോയി. ഈ അടിമ പെൺകുട്ടി നാമാന്റെ വീട്ടിൽ വീട്ടുവേലയ്ക്ക് നിൽക്കുകയാണ്. അവൾ നാമാന്റെ ഭാര്യയോട് പറഞ്ഞു, യജമാനത്തി, നമ്മുടെ യജമാനൻ നാമാൻ ഇസ്രായേൽ ആയിരുന്നുവെങ്കിൽ ഇസ്രായേൽ ഒരു ദൈവപുരുഷനുണ്ട്, ഏലീഷ അവന്റെ പേര്. അവൻ തന്റെ ദൈവമായ കർത്താവിന്റെ നാമം വിളിച്ച് യജമാനന്റെ കുഷ്ഠം മാറ്റുമായിരുന്നു. ഈ അടിമ പെൺകുട്ടി പറഞ്ഞ വിവരം നാമാൻ അങ്ങ് തുറവിയോടുകൂടെ സ്വീകരിക്കുക. ഇത്രയും ഉന്നതമായ പദവിയിലിരിക്കുന്ന മനുഷ്യനാണ് നാമാൻ. ഈ അടിമ പെൺകുട്ടി പറയുന്ന കാര്യം നാമാനെ സ്വീകരിക്കേണ്ട ആവശ്യമുണ്ടോ? പക്ഷേ അവനത് തുറവിയോടുകൂടി സ്വീകരിക്കുക. ഒരു ടീച്ചബിൾ സ്പിരിറ്റ് നാമാൻ ഉണ്ടായിരുന്നു. ആത്മീയമായി നമ്മൾ വളർച്ച പ്രാപിക്കണമെങ്കിൽ നാമാന്റെ ഈ ഒരു മനോഭാവത്തിൽ വളരുവാൻ കർത്താവ് നമ്മളോട് ആഗ്രഹിക്കുന്നുണ്ട്. ഒരു ടീച്ചബിൾ സ്പിരിറ്റിലോട്ട് നമ്മൾ കടന്നു വരണം. ഇവിടെ നാമാൻ ഈ വിവരം സിറിയ രാജാവിനോട് പങ്കുവെക്കുക. രാജാവിന് വളരെ സന്തോഷമായി. തന്റെ സൈന്യാധിപനെ സൗഖ്യം കിട്ടുകയാണെങ്കിൽ അത് തനിക്കും തന്നെ രാജ്യത്തിന് ഏറ്റവും സന്തോഷം നൽകുന്ന കാര്യമാണ്. സിറിയ രാജാവ് പറഞ്ഞു, ഞാൻ ഇസ്രായേൽ രാജാവിന് ഒരു റെക്കമെൻഡേഷൻ ലെറ്റർ തരാം. ആ കാലഘട്ടത്തിൽ സിറിയ രാജാവായിരുന്നു ബെൻഹദാദ് 2-ാമൻ. ഇസ്രായേലിലെ രാജാവായിരുന്നു യോറാം. അങ്ങനെ സിറിയ രാജാവ് നല്ലൊരു റെക്കമെൻഡേഷൻ ലെറ്റർ നാമാന്റെ കയ്യിൽ കൊടുക്കുകയാണ്. ഈ ലെറ്ററുമായി നാമാൻ ഇസ്രായേലോട്ട് പോവുകയാണ്. നമ്മളൊക്കെ ഈ ധ്യാനം കൂടുവാനും കൺവെൻഷനിൽ പങ്കെടുക്കാനൊക്കെ വളരെ പ്രതീക്ഷയോടെ ആഗ്രഹത്തോടെ ചില കാര്യങ്ങളൊക്കെ സ്വപ്നം കണ്ട് അല്ലെ നമ്മൾ പലരും അങ്ങനെ ധ്യാനിക്കാൻ പോകുന്നത്. ചില കാര്യങ്ങളൊക്കെ നമ്മൾ മുൻകൂട്ടി തീരുമാനിക്കും. കർത്താവ് ഇപ്രകാരം ഇടപെടും, കർത്താവ് ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കും, എന്റെ രോഗം ഇങ്ങനെ കർത്താവ് എടുത്തു മാറ്റും. ഇങ്ങനെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ നമ്മൾ സെറ്റ് ചെയ്ത് വെക്കും. ഈ സെറ്റ് ചെയ്ത് വെക്കുന്നതാണ് പലപ്പോഴും പ്രശ്നങ്ങളും അപകടങ്ങളുമായി മാറുന്നത്. ഇവിടെ നാമാനും വലിയ സ്വപ്നം കാണുകയാണ്. താൻ ഇസ്രായേലോട്ട് ചെല്ലുമ്പോൾ ദൈവത്തിന്റെ പ്രവാചകനായ ഏലീശ ഇറങ്ങി വന്ന് കരം വീശി കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിച്ച് തനിക്ക് കുഷ്ഠരോഗത്തിൽ നിന്ന് വലിയ വിടുതൽ കിട്ടും, അവൻ തന്നെ ആശ്ലേഷിക്കും എന്നൊക്കെ ചിന്തിച്ച് വളരെ പ്രതീക്ഷയോടെ സ്വപ്നം കണ്ട് മറ്റൊരു ഭാഷയിൽ പറയും, ഇതാണ് മുൻവിധി. ഒരു മുൻവിധിയോടുകൂടെയാണ് അവൻ ഇസ്രായേലോട്ട് പോകുന്ന സമയത്ത് പ്രവാചകനെ സമ്മാനമായി കൊടുക്കാൻ അവിടെ വചനം പറയുന്നുണ്ട്, 10 താലന്ത് വെള്ളിയും 6000 ഷെക്കൽ സ്വർണവും 10 വിശിഷ്ട വസ്ത്രങ്ങളൊക്കെ എടുത്ത് തന്റെ ഭൃത്യന്മാരോട് കൂടെ സിറിയയിൽ നിന്ന് ഇസ്രായേലോട്ട് യാത്രയാവുകയാണ്. 6-ാമത്തെ വചനം അവിടെ നേരെ അവൻ ഇസ്രായേൽ രാജകൊട്ടാരത്തിൽ ചെന്ന് ഇസ്രായേൽ രാജാവ് യോറാമിനെ ഈ കത്ത് കൊടുത്തു. ഈ കത്ത് ഇസ്രായേൽ രാജാവ് വായിച്ച ഉടനെ അവനങ്ങ് കോപം മൂത്തു. ഇസ്രായേൽ രാജാവ് ചിന്തിച്ചത് വളരെ നെഗറ്റീവായിട്ടാണ് ചിന്തിച്ചത്. അവൻ ചിന്തിച്ചു, സിറിയക്കാരെ യുദ്ധത്തിനുള്ള ഒരു തന്ത്രമാണ്, ഇതൊരു അടവാണെന്ന് അവൻ ചിന്തിച്ചുകൊണ്ട് വസ്ത്രം കീറിക്കൊണ്ട് പറഞ്ഞു, ഒരു കുഷ്ഠരോഗിയെ സുഖപ്പെടുത്താൻ സിറിയ രാജാവ് എന്നോട് പറയുന്നു, എന്താ ജീവൻ കൊടുക്കാനും എടുക്കാനും
ഞാൻ ദൈവമാണ് എന്ന് പറഞ്ഞ് തനിക്ക് ലഭിച്ച അവസരത്തെ ഇസ്രായേൽ രാജാവ് നഷ്ടപ്പെടുത്തുകയാണ്. കർത്താവിന് സാക്ഷ്യം കൊടുക്കുവാനുള്ള വലിയ അവസരമാണ് യോരാം നഷ്ടപ്പെടുത്തി കളഞ്ഞത്. 8-ാം വചനത്തിൽ പറയാണ്, ഇസ്രായേൽ രാജാവ് വസ്ത്രം കീറിയെന്ന് ദൈവത്തിന് പ്രവാചകനായ ഏലീശ അറിയുകയാണ്. ഏലീശ പറഞ്ഞു, അവൻ എന്റെ അടുത്ത് വരട്ടെ, കുഷ്ഠരോഗിയായ നാമാൻ എന്റെ അടുത്ത് വരട്ടെ. അങ്ങനെ നാമാൻ വളരെ പ്രതീക്ഷയോടുകൂടെ ഏലീഷയുടെ അടുത്തേക്ക് കടന്നു ചെല്ലുകയാണ്. ഏലീഷയുടെ വീട്ടുപടിക്കൽ എത്തുമ്പോൾ നാമാന്റെ ഹൃദയം വളരെ സന്തോഷത്തിലാണ്. ഏലീഷ ഇപ്പോൾ ഇറങ്ങി വരും, ഇപ്പോൾ കരം വീശി തന്റെ കുഷ്ഠരോഗത്തിൽ തന്നെ സൗഖ്യമാക്കും. ഈ ഒരു ആഗ്രഹത്തോടുകൂടെ നാമാൻ ഏലീഷയുടെ വീട്ടുപടിക്കൽ നിൽക്കുകയാണ്. പലപ്പോഴും ഇത് നമ്മുടെ അനുഭവങ്ങളാണ് ദൈവമക്കളെ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നാമാൻ അനുഭവിച്ച അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നവരെ നമ്മള് വളരെ പ്രതീക്ഷയോടുകൂടി പലതും നമ്മൾ നോക്കിക്കണ്ടു, വളരെ ആഗ്രഹത്തോടുകൂടി ചിലതിന് മുൻപിൽ നമ്മൾ നിന്നു. എന്നാൽ നാമാന്റെ പ്രതീക്ഷകൾക്ക് വിപരീതമായിട്ടാണ് അവിടെ സംഭവിച്ചത്. രാജാക്കം 2-ാം പുസ്തകം 5-ാം അധ്യായം 10-ാം വചനത്തിൽ വചനം വെളിപ്പെടുത്തുകയാണ്. ഏലീശ ഒരു ദൂതനെ അയച്ച് നാമാനോട് പറഞ്ഞു, നാമാൻ, നീ പോയി 7 പ്രാവശ്യം ജോർദാനിൽ കുളിക്കുക, നിനക്ക് ശുദ്ധി വരും. നീ പോയി ജോർദാൻ നദിയിൽ 7 പ്രാവശ്യം മുങ്ങിക്കുളിക്കുക, നിനക്ക് സൗഖ്യം കിട്ടും. ഇതായിരുന്നു കർത്താവ് നാമാന് കൊടുത്ത ആലോചന. എന്നാൽ ഈ ദൂത് നാമാൻ കേട്ടുകഴിഞ്ഞപ്പോൾ അവൻ കോപാകുലനായി, അവൻ അസ്വസ്ഥനായി. എന്തുകൊണ്ട് അവൻ അസ്വസ്ഥനായത്? ഇതാണ് മാനുഷിക കാഴ്ചപ്പാട്. ദൈവത്തെക്കുറിച്ചും കർത്താവ് ഇടപെടുന്ന പ്രവർത്തികളെ കുറിച്ചും അവന്റെ മനസ്സിൽ ചില കാര്യങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിരുന്നു. ഈ സെറ്റപ്പാണ്, ഈ മുൻവിധിയാണ് നാമാന്റെ ജീവിതത്തിൽ ആ സമയത്ത് പല പ്രശ്നങ്ങളും കൊണ്ടുവന്നത്. നാമാൻ ചിന്തിച്ചു, സിറിയയിൽ നിന്ന് ഇസ്രായേലിൽ ഇത്രയും കിലോമീറ്ററുകൾ ദൂരം യാത്ര ചെയ്ത്, ഇത്രയും ദിവസങ്ങൾ യാത്ര ചെയ്ത് ഞാൻ ഇങ്ങോട്ട് വന്നത് ജോർദാൻ നദിയിൽ കുളിക്കാനാണോ? അവനത് വളരെ സില്ലിയായിട്ട് തോന്നി. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ചില നിസ്സാര കാര്യങ്ങളിലൂടെ ആയിരിക്കാം നമ്മൾ അനുഭവിക്കുന്ന വലിയ വലിയ പ്രശ്നങ്ങൾക്ക് കർത്താവ് ഉത്തരം നൽകുന്നത്. മറന്നുപോകരുത് പ്രിയമുള്ളവരെ, കർത്താവിന്റെ ആലോചന എന്തുമാകട്ടെ അത് പൂർണ്ണമായും സ്വീകരിക്കാനുള്ളൊരു തുറവി ഈ കാലഘട്ടത്തിൽ ദൈവമക്കളായി നമുക്കുണ്ടാകണം. ഈ ജോർദാൻ നദിക്ക് ഒരു പ്രത്യേകതയുണ്ട്, അത് കലക്കവെള്ളമാണ്. അതിലെ വെള്ളം കലക്കവെള്ളമാണ്. അവൻ ചിന്തിച്ചു, ഈ കലക്കവെള്ളത്തിൽ കുളിക്കാനാണ് ഇങ്ങോട്ട് വന്നത്, വേറെ മാർഗങ്ങളൊന്നില്ലേ? ഇങ്ങനെയാണ് കർത്താവ് ഇടപെടുന്നത്. അവൻ പിറുപിറുത്തുകൊണ്ട് പരാതി പറഞ്ഞ് വളരെ അസ്വസ്ഥനായി ഏലീശയുടെ വീട്ടിൽ നിന്ന് മടങ്ങിപ്പോവുക. ഈ മടങ്ങിപ്പോണ സമയത്ത് നാമാൻ എന്താ പറയണെന്നറിയോ? ഏലീശ എന്റെ അടുത്ത് ഇറങ്ങി വന്ന് കരം വീശി തന്റെ കർത്താവിന്റെ നാമം വിളിച്ച് കുഷ്ഠരോഗത്തിൽ നിന്ന് എന്നെ സുഖപ്പെടുത്തുമെന്ന് ഞാൻ വിചാരിച്ചു. ഈ വിചാരമായിരുന്നു നാമാന്റെ ജീവിതത്തിൽ വലിയ കെണിയായിട്ട് മാറിയത്. ഇതുപോലെയുള്ള നമ്മുടെ ചില വിചാരങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ അപകടങ്ങളെ സൃഷ്ടിക്കുന്നത്. ചില വ്യക്തികളെ കുറിച്ചുള്ള നമ്മുടെ ചില വിചാരങ്ങൾ നമ്മുടെ സമാധാനം നഷ്ടപ്പെടുത്തി കളയും. എന്തിന്? ദൈവത്തെക്കുറിച്ചും ദൈവം ഇടപെടുന്ന രീതികളെ കുറിച്ചുമുള്ള നമ്മുടെ ചില വിചാരങ്ങള് നമ്മുടെ ജീവിതത്തെ അസ്വസ്ഥതയിലേക്കും ദുഃഖത്തിലേക്കും നിരാശയിലേക്കും വലിയ മടുപ്പിലേക്കും നയിക്കുമെന്ന് നാമാന്റെ ജീവിതത്തിലൂടെ പരിശുദ്ധാത്മാവ് പ്രിയ ദൈവത്തിന്റെ പൈതലേ എന്നെയും നിങ്ങളെയും പഠിപ്പിക്കുകയാണ്. എന്നാൽ നാമാന്റെ ജീവിതത്തിലോട്ട് നമ്മൾ നോക്കുക. നാമാന്റെ ജീവിതത്തിൽ കർത്താവ് ഇടപെട്ടത് 2 പ്രാവശ്യവും അവന്റെ ഭൃത്യന്മാരിലൂടെയാണ്. പ്രിയ സഹോദര സഹോദരി, പലപ്പോഴും നമ്മുടെ ജീവിതങ്ങൾക്ക് കർത്താവ് ഉത്തരം നൽകുന്നത്, നമ്മുടെ ജീവിതങ്ങളിൽ കർത്താവിന്റെ പ്രവൃത്തി അവൻ വെളിപ്പെടുത്തുന്നത് നമ്മളെക്കാൾ വളരെ നിസ്സാരന്മാരായി നമുക്ക് തോന്നുന്ന വ്യക്തികളിലൂടെ ആയിരിക്കാം. ചില പാവപ്പെട്ട വ്യക്തികളിലൂടെ ആയിരിക്കാം, ചിലപ്പോൾ വളരെ കുഞ്ഞുങ്ങളിലൂടെ ആയിരിക്കാം. ആ ഭൃത്യന്മാര് പറഞ്ഞു, അല്ലയോ യജമാനനെ, നമ്മൾ വളരെ കഷ്ടപ്പെട്ട് ഇത്രയും ദിവസത്തെ യാത്ര കഴിഞ്ഞ് നമ്മൾ ഇവിടം വരെ എത്തി. പ്രവാചകൻ ഭാരിച്ചൊരു കാര്യമാണ് പറഞ്ഞിരുന്നത്, നിങ്ങൾ അങ്ങനെ ചെയ്യുമായിരുന്നില്ലേ? നാമാന്റെ പ്രശ്നം എന്താ? അവനത് സില്ലിയായിട്ട് തോന്നി. പലപ്പോഴും കർത്താവ് പറയുന്ന ചില ദൂതുകൾ, ചില ആലോചനകൾ ഇന്ന് അനേകർക്ക് ഇതാണോ, ഇതിനു വേണ്ടിയിട്ട് ഇവിടെ വന്നേ? ഞാൻ പലപ്പോഴും അങ്ങനെ കേട്ടിട്ട് ചില ധ്യാന കേന്ദ്രങ്ങളിൽ ചില വ്യക്തികൾ ഇങ്ങനെ കലിതുള്ളി പറയുന്നത്, ഇതിനു വേണ്ടിയിട്ടാണ് നീ ഇവിടെ കൊണ്ടുവന്നേ, ഇത് കേൾക്കാനാണ് എന്നെ കൊണ്ടുവന്നത്, എന്റെ 5 ദിവസം പോയി, എനിക്ക് വേറെ എത്രയോ നല്ല കാര്യങ്ങളുണ്ടായിരുന്നു എന്നും പറഞ്ഞ് ദേഷ്യപ്പെടുന്നവര്, ഇത് അങ്ങനെയുള്ളവർക്കൊക്കെയുള്ള മറുപടിയായത്. നിങ്ങൾ ശ്രദ്ധിക്കുക. ആ ഭൃത്യന്മാര് പറഞ്ഞു, പ്രവാചകൻ ഭാരിച്ചൊരു കാര്യമാണ് പറഞ്ഞിരുന്നതെങ്കിൽ അങ്ങ് ചെയ്യുമായിരുന്നില്ലേ?
അപ്പോൾ ജോർദാനിൽ ഇറങ്ങി കുളിച്ച് ശുദ്ധി പ്രാപിക്കുക എന്നുള്ള ഈ നിസാര കാര്യം പറയുമ്പോൾ ഞങ്ങളുടെ യജമാനനെ എത്ര ശ്രദ്ധയോടുകൂടെ അങ്ങത് ചെയ്യണം. വചനം പറയുകയാണ്, അങ്ങനെ ആ ഭൃത്യന്മാരുടെ വാക്ക് കേട്ട് എന്നാ ശരി, ഇവിടെ വരെ വന്നതല്ലേ, അവസാനം ഇനി അതും കൂടി അന്ന് ചെയ്തു കളയാം എന്ന് വലിയ പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല. എങ്കിലും ഭൃത്യന്മാരുടെ സന്തോഷത്തിന് വേണ്ടി നാമാൻ ജോർദാൻ നദിയിൽ ഇറങ്ങുകയാണ്. 14-ാം വചനത്തിൽ വചനം വെളിപ്പെടുത്തുകയാണ്, അങ്ങനെ ദൈവപുരുഷന്റെ വാക്കനുസരിച്ച് നാമാൻ ജോർദാനിൽ ഇറങ്ങി 7 പ്രാവശ്യം മുങ്ങി. ദൈവപുരുഷന്റെ വാക്കനുസരിച്ച്, ദൈവപുരുഷനായ എലീശയുടെ വാക്ക് ആരുടെ വാക്ക? അത് സ്വർഗത്തിലെ കർത്താവിന്റെ വാക്കുകളാ. അവൻ 7 പ്രാവശ്യം മുങ്ങി. വചനം പറയുകയാണ്, അവൻ സുഖം പ്രാപിച്ചു, അവന്റെ ശരീരം ശിശുവിന്റേതുപോലെയായി തീർന്നു. ഹല്ലേലൂയ! എന്തുമാത്രം വലിയ അത്ഭുത സൗഖ്യമാണ് നാമാന് ലഭിച്ചത്. പ്രിയ സഹോദര സഹോദരി, ഞാൻ വളരെ സ്നേഹത്തോടു കൂടെ ചോദിക്കുക, ഇതാണ് ഞാൻ ഇവിടെ വന്നത്? ഇത് കാണുവാനാണോ? ഇത് കേൾക്കുവാനാണോ ഇത്രയും ദൂരം കഷ്ടപ്പെട്ട് പൈസയും കളഞ്ഞ് സമയം കളഞ്ഞ് ബുദ്ധിമുട്ടി ഞാൻ വന്നതെന്നും പറഞ്ഞ് കോപാകുലനായി നാമാൻ തിരിച്ചു പോയിരുന്നുവെങ്കിൽ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, കർത്താവ് നൽകി സൗഖ്യം അനുഭവിക്കാൻ നാമാന് കഴിയുമായിരുന്നു? ഇല്ല. ഇന്ന് അനേകരുടെ ജീവിതത്തിൽ പറ്റുന്നത്, അവർ അസ്വസ്ഥപ്പെട്ട് തിരിച്ചു പോവുക. കർത്താവിന്റെ സമയത്തിന് വേണ്ടി, കർത്താവിന്റെ പ്രവൃത്തിക്ക് വേണ്ടി കാത്തിരിക്കാൻ അവർ തയ്യാറാകുന്നില്ല. കർത്താവിന്റെ ആലോചനകളെ പുച്ഛിച്ച് തള്ളിക്കൊണ്ട് അവർ ചിന്തിച്ചു വെച്ചിരിക്കുന്ന വിധത്തിൽ കാര്യങ്ങൾ നടക്കാതെ വരുമ്പോൾ അവർ അസ്വസ്ഥരാവുകയാണ്. ഇതിനെ പറയുന്ന പേരാണ് ദൈവമക്കളെ മുൻവിധി. ഞാൻ വീണ്ടും പറയാ, ഇത് വളരെ വലിയ അപകടമാണ്. ദൈവമക്കളായ നമ്മൾ ഈ അടിമത്തത്തിൽ നിന്ന് പുറത്തു വരേണ്ടത് ഇന്നിന്റെ വളരെ വലിയ ആവശ്യമാണ്. ആരെയും മാനുഷികമായ കാഴ്ചപ്പാടിൽ നമ്മൾ ഇനി നോക്കിക്കാണരുത്. നമ്മുടെ കാഴ്ചപ്പാടുകൾ ക്രിസ്തുവിന്റെ കാഴ്ചപ്പാടുകളിലേക്ക് ഉയരണം. നമ്മുടെ ചിന്തകൾ ക്രിസ്തുവിന്റെ ചിന്തകളായി മാറണം. നമ്മുടെ മനസ്സ് നമ്മുടെ ക്രിസ്തുവിന്റെ മനസ്സായി രൂപപ്പെടണം. ഈ ഒരു അഭിഷേകത്തിന് വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം. കർത്താവ് നിങ്ങളെ നിരവധിയായ ആവശ്യങ്ങളെയും നിയോഗങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.